ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം സെവൻ്റെ ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ്. ഇതാണ് കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. നല്ല പീക്ക് അവറാണ്. ചറവറ അങ്ങോട്ടും ഇങ്ങോട്ടും ബസ്സുകൾ പോകുന്നുണ്ട്. ഇതാണ് കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ ഒരു പഴയ സ്റ്റീം ലോക്കവും അവിടെ നമ്മുടെ ഇന്ത്യൻ കൊടിയും ഒക്കെയുള്ള അടിപൊളി സെറ്റപ്പാണ്. നമുക്കന്ന് സ്റ്റേഷനുള്ളിലേക്ക് പോകാം. അപ്പോൾ അതൊരു കടന്നിട്ട് ഞാൻ ഇന്നത്തെ കാര്യങ്ങൾ പറയാം. ഇതാണ് റെയിൽവേ സ്റ്റേഷനോടുള്ള എൻട്രൻസ്. ഇവിടെ നമ്മുടെ പഴയ 3738 എക്സ് ക്ലാസ് ലോക്കോമോട്ടീവ് കാണാം. ഇപ്പോൾ സമയം ഇപ്പോൾ 3:18. നമുക്ക് പോകാനുള്ള ട്രെയിൻ ഇനി 1 മണിക്കൂറിന് മേലുണ്ട്. നമുക്ക് പോകാനുള്ള ട്രെയിനാണ് ലിസ്റ്റിൽ ലാസ്റ്റ് ഉള്ളത്. 56603 ഷൊർണൂർ പാസഞ്ചർ. 4:25 ഇവിടുന്ന് പുറപ്പെടും. പ്ലാറ്റ്ഫോം നമ്പർ 6 നിന്ന് പോകുന്നു പറഞ്ഞിട്ടുണ്ട്. നമ്മളിവിടുന്ന് ഷൊർണൂർക്കാണ് നമ്മുടെ യാത്ര. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം നമ്മളിങ്ങോട്ട് എങ്ങനെയാണ് വന്നതെന്നുള്ളത്. അപ്പോൾ പിന്നെ നമുക്കെന്നാൽ നേരെ സ്റ്റേഷനുള്ളിലേക്ക് പോകാൻ ടിക്കറ്റൊക്കെ മേടിക്കണം. ആദ്യം നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. അതുകൊണ്ട് നമുക്ക് കൗണ്ടറിൽ പോയിട്ട് കൗണ്ടർ ടിക്കറ്റ് തന്നെ മേടിക്കാം. ഞാൻ മറ്റേ ATM നിന്ന് മേടിക്കുന്നില്ല, കൗണ്ടറിൽ പോയി മേടിച്ചേക്കാം. അപ്പോൾ ഇവിടുന്ന് 25 രൂപയാണ് നമുക്ക് ഷൊർണൂർക്ക് പോകാനുള്ള ടിക്കറ്റ്. കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുക്കുന്നതിന് മറ്റേ ടിക്കറ്റ് കിട്ടുമെന്ന് വെച്ചോണ്ടാണ് ഇപ്പോൾ അവരും ഇത് തന്നെ തരുന്നത്. സാരില്ല, നമുക്കെന്നാൽ നേരെ പ്ലാറ്റ്ഫോം നമ്പർ 6 പോകാം. അവിടെ നിന്നാണ് നമ്മുടെ ട്രെയിൻ പുറപ്പെടുക. 6 എന്ന് പറയുമ്പോൾ ഇതുവഴി പോകുമ്പോൾ ഏറ്റവും അറ്റത്തുള്ളതാണ് 6. റേക്ക് ഓൾറെഡി ഇവിടെ കിടപ്പുണ്ടാവും. അതിന്ന് രാവിലെ ഷൊർണൂർ കോയമ്പത്തൂർ പാസഞ്ചറായിട്ട് വരുന്ന റേക്കാണ്. അത് പിന്നെ ഇവിടെ തന്നെ കിടന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു പോകും. അതാണ് സീനം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഷൊർണൂർക്കാണ് പോകുന്നത്. ഇവിടുത്തെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുന്ന് കോയമ്പത്തൂരിൽ നിന്ന് 1 മണിക്ക് എറണാകുളത്തേക്ക് പോകുന്ന ഇൻ്റർസിറ്റി എക്സ്പ്രസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ 1:50 കണ്ണൂർ എക്സ്പ്രസ് ഉണ്ട്. ഈ 1:50 കണ്ണൂർ എക്സ്പ്രസ് കഴിഞ്ഞാൽ പിന്നെ കേരളത്തിലേക്ക് ഒരു ട്രെയിൻ എന്ന് പറയുന്നത് വൈകുന്നേരം 4:25 പാസഞ്ചറാണ്. അതിനിടയ്ക്ക് വേറെ വണ്ടികളൊന്നും തന്നെ ഇല്ല. അതിനിടയ്ക്ക് വീക്കിലി വണ്ടികളുണ്ട് വല്ലപ്പോഴുമൊക്കെ. അതല്ലാണ്ട് വേറെ വണ്ടികളൊന്നുമില്ല. അത് ഒരു ഭയങ്കര ഡ്രോബാക്കാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രെയിനിനെ കൊണ്ടുപോകുന്ന ലോക്കോ 22053 TTDXൻ്റെ വാപ്പ് 1. നമുക്കെന്നാൽ പുറകോട്ട് നടക്കാം. എവിടെയെങ്കിലും ഒരു റൈറ്റ് സൈഡിലെ സിംഗിൾ സീറ്റ് വിൻഡോ വിത്ത് ചാർജിങ് പോയിൻ്റ്, അതാണ് നമ്മുടെ റിക്വയർമെൻറ്റ്. അത് തപ്പി നോക്കാം. ഹെവി RSA ഉള്ള വണ്ടിയാണിത്. ഇത് ഷൊർണൂരിൽ നിന്ന് ഇതൊക്കെ റൂട്ടുകൾ പോകും. ഇപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് ഷൊർണൂർ ജംഗ്ഷനിൽ പോയിട്ട് ഇത് പിന്നെ വൈകുന്നേരം നിലമ്പൂർ. വണ്ടിയിൽ ഇപ്പോൾ തന്നെ ഒരുവിധം സീറ്റൊക്കെ ഫുള്ളായി കഴിഞ്ഞു. ആൾക്കാർ പിടിച്ചിട്ടുണ്ട് സീറ്റ്. നമുക്ക് ഈ കോച്ചിലൊന്ന് നോക്കാം, കിട്ടുമെന്ന് നമുക്ക് ഭാഗ്യമുണ്ടോന്ന്. ഭാഗ്യമുണ്ട്, പ്ലസ് പോയിൻ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ സീറ്റിനെ പിടിച്ചാൽ. ഏതൊരു റേക്ക് അവിടെ ഷണ്ട് ചെയ്യുന്നുണ്ട്. ചേരൻ എക്സ്പ്രസ് ബാട്ട്രാൻഡ്രം മീലിൻ്റെ റേക്കാണെന്ന് തോന്നുന്നു. അതെ, ഇപ്പോഴത്തെ ഒരു വാപ്സാനും കിടക്കുന്നുണ്ട് റോയപ്പുറത്തിന് 30392. അതിൻ്റെ കൂടെ ഒരു സിംഗിൾ കോച്ചും കിടക്കുന്നുണ്ട്. നമ്മുടെ ട്രെയിനിലൂടെ നല്ല തിരക്ക് കയറുന്നുണ്ട്. അതായത് വണ്ടി പുറപ്പെടാൻ ഇനിയും സമയമുണ്ട്. എന്നാൽ ഇപ്പോഴേ സീറ്റുകളൊക്കെ ഏറെക്കുറെ ഫുള്ളായി തുടങ്ങി. നല്ലോണം ആൾ വരുന്നുണ്ട് ഇനി, കണ്ടോ. പിന്നെ ഈ പ്ലാറ്റ്ഫോമിൽ 2 വണ്ടിയുണ്ട്. ഈ വണ്ടിയുടെ പുറകിൽ ഒരു മെമ്മും കൂടി ഉണ്ട്. അത് ഈ റോഡിലേക്ക് പോകുന്ന മെമ്മുമാണ് എൻ്റെ അറിവിൽ. അപ്പോൾ 2 വണ്ടിയാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറപ്പെടുന്നത്. ഇവിടെ ഇപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 2 നമ്മുടെ മാംഗ്ലൂർ താമ്പരം എക്സ്പ്രസ് വരുന്ന അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതൊന്ന് കാണാൻ വേണ്ടി കൊണ്ട് തിരിഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ 16160 കയറി വരുന്നുണ്ട് കോയമ്പത്തൂരിലേക്ക്. നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഷൊർണൂരിൽ നിന്ന് കോയമ്പത്തൂർക്കൊരു യാത്ര വന്നായിരുന്നു ഫാമിലിയായിട്ട്. അന്ന് 16160 വന്നത്. അതേ ലോക്കോ. ഇതൊരു അതേ ട്രെയിൻ, ലോക്കോ അല്ല, അതേ ട്രെയിൻ. ഇതൊരു പുതുപുത്തൻ ലോക്കോ ആണ്. ലോക്കോ നമ്പർ വായിക്കാൻ ഒരു വഴിയില്ലല്ലോ പറഞ്ഞാണ്. 39446 ആണ് ലോക്കോ നമ്പർ. ഈ റോഡിൻ്റെ ആണെന്ന് ലോക്കോ. ഈ റോഡിൻ്റെ ആണ്. ഇതാണ് 16160 മാംഗ്ലൂർ സെൻട്രൽ താമ്പരം എക്സ്പ്രസ്. ഈ കാണുന്ന സാധനമാണ് സ്ക്രൂ കപ്ലർ എന്ന് പറയുന്നത്. അതിനത് സ്ക്രൂ ചെയ്താൽ ടൈറ്റൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന് സ്ക്രൂ കപ്ലർ എന്ന് പറയുന്നത്. അത് ഹുക്കിലേക്ക് മറ്റൊരു ഹുക്കിനെ സ്ക്രൂ ചെയ്ത് ടൈറ്റൻ ചെയ്യുന്നതുകൊണ്ടാണ് അതിനെ സ്ക്രൂ കപ്ലർ എന്ന് വിളിക്കുന്നത്. നമ്മൾ പുറപ്പെടുകയെന്ന് തോന്നുന്നു. നമ്മുടെ സ്റ്റാർട്ടറായിട്ടുണ്ട്. 1-2 പ്രാവശ്യം ഹോൺ അടിച്ചായിരുന്നു. വിസിലടിച്ചു.
അങ്ങനെ പുറപ്പെട്ട് കൃത്യം 4:25. സിൽച്ചാറിലേക്ക് പോകുന്ന ട്രെയിൻ, അസമിലേക്ക് പോകുന്ന വണ്ടിയാണ്. അങ്ങനെ എല്ലാ സൈഡിൽ നിന്ന് ആൾക്കാർ ഇടിച്ച് കയറുന്നുണ്ട് ജനറലിലോട്ട്. അപ്പോൾ അങ്ങനെ കോയമ്പത്തൂർ നമ്മൾ പുറപ്പെട്ടു. പെട്ടെന്ന് എൻ്റെ സീറ്റിലോട്ടങ്ങ് പോട്ടെ. 13536 കുറേ നേരമായിട്ട് എന്നോട് ഷണ്ടിങ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങേറ്റത് പ്ലാറ്റ്ഫോം നമ്പർ 2 കൊങ്കു എക്സ്പ്രസ് പുറപ്പെടാൻ റെഡി ആയിട്ടുണ്ട്. അതും 4:25 പുറപ്പെടേണ്ട വണ്ടിയായിരുന്നു. അതിതൊരു അനങ്ങി തുടങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മളങ്ങനെ കോയമ്പത്തൂരിൽ നിന്ന് പുറപ്പെട്ടു. ചെമ്മൊഴി എക്സ്പ്രസിൻ്റെ റേക്കാണിത്. ഇപ്പോൾ തൽക്കാലം പൊള്ളാച്ചി പാസഞ്ചറായിട്ട് പോകാൻ വേണ്ടി ഷണ്ട് ഔട്ടിങ്ങാണ്. ഇതെന്തായിരുന്നു സംഭവം? ഇവിടെ ട്രാക്കിൻ്റെ സൈഡിലൊന്നും ലെവലിംഗ് ചെയ്തിട്ടുണ്ട്. ലാൻഡ് ലെവലിംഗ് എന്താ സംഭവം എന്നറിയില്ല. ലാൻഡ് ലെവലിംഗ് നടക്കുന്നുണ്ട്, വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോത്തന്നൂരിലെത്തി. പാസഞ്ചർ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. മാത്രമല്ല സൺഡേയും കൂടി അല്ല, അതുകൊണ്ട് ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെ പോത്തന്നൂരിൽ നിന്ന് പുറപ്പെട്ടു. നാല് 40.
ജസ്റ്റ് എ ലൈനിലോട്ട് കയറുന്നു. റൈറ്റ് സൈഡിൽ മധുരയിലോട്ട് പോകുന്ന ലൈൻ അങ്ങോട്ട് കയറി പോകുന്നത് നിങ്ങൾക്ക് കാണാം. ആ റൈറ്റിലോട്ട് തിരിഞ്ഞു പോകുന്നതാണ് മധുര ലൈന്. മേലെ കൂടെ പോയതാണ് മധുര ലൈന്. നമ്മളല്പം മുന്നിലോട്ട് പാലക്കാട് ഡിവിഷനിൽ കയറും. അപ്പോൾ നമ്മൾ ജസ്റ്റ് മധുക്കര സ്റ്റേഷനിലോട്ട് പ്രവേശിക്കുന്നു. അപ്പോൾ നമ്മളങ്ങനെ മധുക്കരയിൽ നിന്ന് പുറപ്പെട്ടു. ഒരു ജീസാൻ ട്വിൻ ജീസാൻ ഹോൾഡ് ബേസ് ചെയ്യാനേറെയൊക്കെ പോകുന്നുണ്ട്. സൂര്യൻ കറക്റ്റ് നമ്മുടെ ലെൻസിലേക്കാണ്. ഇവിടെ നിന്നാണ് ഘാട്ട് സെക്ഷൻ സ്റ്റാർട്ടാവുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി നമ്മൾ വാളയാർ എത്തുന്നവരെ, വാളയാർ കടക്കുന്നവരെ ചുള്ളിമട വരെ നമ്മുടെ ഘാട്ട് സെക്ഷനാണ്. അപ്പോൾ അങ്ങനെ എട്ടിമണിയിലെത്താണ് അതാണ് അമൃതയുടെ ക്യാമ്പസ്. എട്ടിമണി കഴിഞ്ഞ് 40 ദൂരം കൂടെ പോയി എ ലൈനും ബി ലൈനും കംപ്ലീറ്റ് ഡിഫറെൻറ്റ് അലൈൻമെൻറ്റ് എടുക്കും. പിന്നെ അങ്ങോട്ട് പിന്നെ നമ്മൾ വാളയാർ വെച്ച് കണ്ടുമുട്ടുള്ളൂ.
നമ്മളിപ്പോൾ പാലക്കാട് പാസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാട് പാസ് വഴിയാണ് നമ്മളിനി അപ്പുറത്തോട്ട് കേരളത്തിലോട്ട് കയറാം. കേരളത്തിൽ അത്യാവശ്യം മഴ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാറ്റടിച്ചിട്ട് ക്യാമറ സ്റ്റേബിളായിട്ട് നിർത്താൻ പറ്റുന്നില്ല. അങ്ങ് ദൂരെ വാളയാർ സിമെൻറ്റ്സ്, അതായത് മലബാർ സിമെൻറ്റ്സ് കാണാൻ പറ്റും. ഇപ്പോൾ ഇത് ഇവിടെ വെച്ച് ഇപ്പം മുന്നിലായിട്ട് ബി ലൈൻ വേറെ വഴിക്ക് പോകും, നമ്മൾ വേറെ വഴിക്ക് പോകും. അവിടെ നിന്ന് കൊണ്ട് ബി ലൈൻ വേറെ വഴിക്ക് പോയി. കേരളത്തിലോട്ട് നല്ല മഴ ഉണ്ടാവുണ്ടോ? അപ്പോൾ നമ്മൾ ജസ്റ്റ് വാളയാർ എത്തുന്നു. കേരള ബോർഡറിലേക്ക് ജസ്റ്റ് കയറാൻ പോകണം. അപ്പം നമുക്ക് കേരളത്തിൽ കയറാനുള്ള സിഗ്നലായി. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു കേരള. അപ്പോൾ നമ്മൾ ജസ്റ്റ് വാളയാർ സ്റ്റേഷനിലേക്ക് എത്തുന്നു. ഈ കാണുന്നതാണ് മലബാർ സിമെൻറ്റ്സ്. ഇവിടെ റൈറ്റ് സൈഡിൽ ബി ലൈൻ കാണാം. പ്ലാറ്റ്ഫോമിൻ്റെ റൈറ്റ് സൈഡിലുള്ളതാണ് ബി ലൈന്, നമ്മളുള്ളത് എ ലൈനാണ്. സമയം 5:11. അപ്പോൾ വാളയാറിൽ നിന്ന് വീണ്ടും എ ലൈനും ബി ലൈനും രണ്ട് വഴിക്ക് പോകും. നമ്മൾ എ ലൈനിൽ തന്നെ തൊട്ടും ബി ലൈൻ റൈറ്റ് സൈഡിലോട്ട് നോക്കും, പിന്നെ അങ്ങോട്ട് കയറിപ്പോവും. അപ്പോൾ നമ്മളങ്ങനെ വാളയാറിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ ഇനി നമ്മൾ ബി ലൈനെ കഞ്ചിക്കോട് എത്തിയിട്ടാണ് കണ്ടു. അതിൻ്റെക്ക് ചുള്ളിമട വെച്ച് നമ്മുടെ ഗാർഡ് സെക്ഷൻ കഴിയും. നമ്മുടെ ഗാർഡ് സെക്ഷൻ കഴിഞ്ഞ് നമ്മൾ പ്ലെയിൻസിലേക്ക് കയറും. അപ്പോൾ ചുള്ളിമട വരെ നമുക്ക് സ്പീഡ് റെസ്ട്രിക്ഷൻ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റെഗുലർ സ്പീഡിൽ പോകാം. നമ്മൾ കഞ്ചിക്കോട് വെച്ച് ബി ലൈനെ കാണും.
നമ്മുടെ മറ്റേ ലൈൻ, ഇത് ബി ലൈന്, ആ കാണുന്ന മലകളുടെ അടുത്ത് കൂടെയാണ് വരിക. നമ്മുടെ 12677 പോയപ്പോൾ ആ വഴിയായിരുന്നു പോയത്. ഇതോടുകൂടി നമ്മുടെ ഗാർഡ് സെക്ഷൻ അവസാനിച്ചു. അല്പം മുമ്പിലാണ് ചുള്ളിമട ക്യാബിൻ. ഈ റൈറ്റ് സൈഡ് കാണുന്നതാണ് ചുള്ളിമട ക്യാബിൻ. ഇതാണ് ചുള്ളിമട ക്യാബിൻ. എനിക്ക് ഇവിടുത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് സ്റ്റാഫിന് കയറാൻ വേണ്ടിയല്ല ഈ വണ്ടി നിർത്തിയത്. അപ്പം നമ്മളങ്ങനെ ചുള്ളിമടയിൽ നിന്ന് വിട്ടു. നമ്മുടെ ഗാർഡ് സെക്ഷൻ തന്നെയുണ്ട്. നമ്മൾ സ്പീഡ് പിടിച്ച് തുടങ്ങി. കാണുന്നതാണ് ബി ലൈന്. അല്പം മുമ്പ് അതുവഴി മാംഗ്ലൂർ കോയമ്പത്തൂർ ഇൻ്റർസിറ്റി പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് കഞ്ഞിക്കോട് എത്തുകയാണ്. ബി ലൈനിൻ്റെ ഗാർഡ് സെക്ഷൻ ഇവിടെയാണ് അവസാനിക്കുന്നത്. ഇതാണ് വൈകി വരുന്ന ജബൽപൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് സ്പെഷ്യൽ.
സ്പെഷ്യൽ കാശ് കൊടുക്കുന്നുണ്ട് നമുക്ക് കൂടുതൽ നേരം യാത്ര ചെയ്യാം. അപ്പോൾ നമ്മളങ്ങനെ പാലക്കാട് ജംഗ്ഷനിലേക്ക് കയറുന്നു. അങ്ങനെ പാലക്കാട് ജംഗ്ഷൻ എത്തി. യാർഡിലൊരു മെമു കിടക്കുന്നുണ്ട്. വൺ 6324 മാംഗ്ലൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 22268 ഈ റോഡിൻ്റെ. അപ്പോൾ നമ്മൾ കൃത്യസമയമായ 5:55 ഇവിടുന്ന് പുറപ്പെട്ടു. എന്തിനു വേണ്ടി നിർത്തി. അപ്പം നമ്മളങ്ങനെ പറളയിലേക്ക് എത്തുന്നു.
മലയാളികളുടെ സ്വന്തം ജയന്തി ജനത വരുന്നുണ്ട് ഓപ്പോസിറ്റ് ലൈനിൽ, കന്യാകുമാരി പൂനെ ജയന്തി ജനത എക്സ്പ്രസ്. റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നിർത്തിപ്പോയ പാലപ്പുറം സ്റ്റേഷൻ. ഓൾട്ട് സ്റ്റേഷനാണ്, ഇതുവരെ പെർമനൻ്റ്ലി ക്ലോസ് ചെയ്തു. ഇത് ബോർഡൊക്കെ എടുത്ത് കളഞ്ഞു. അങ്ങനെ നമ്മൾ ഒറ്റപ്പാലത്തേക്ക് എത്തി. ഒറ്റപ്പാലം അമൃത് ഭാരത് സ്കീമിൻ്റെ ഇതിൽ ഇവിടെ പുതിയ പാർക്കിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് സ്റ്റേഷൻ ബിൽഡിംഗ് ഫുള്ളായിട്ട് റിനോവേറ്റ് ചെയ്യുന്നുണ്ട് അവർ. നമ്മുടെ നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ ഇതുവരെ വന്നിട്ടില്ല, അത് മിസ്സിങ്ങാണ്. അത് ഇതിനെ കൂടുതൽ പാസ് ചെയ്യേണ്ടതായിരുന്നു, അത് ഇതുവരെ വന്നിട്ടില്ല. എൻ്റെ ഒറ്റപ്പാലത്ത് മേസി വെയിറ്റിംഗ് ഹാള് അടിപൊളി. ഒറ്റപ്പാലം സ്റ്റേഷൻ വളരുകയായി. നമ്മളങ്ങനെ ഒറ്റപ്പാലം കഴിഞ്ഞ് മാന്നന്നൂരിലൂടെ അടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ നിലമ്പൂർ പാലക്കാട് പാസഞ്ചറും മാന്നന്നൂർ ഏകദേശം എത്താറായിട്ടുണ്ടെന്ന്. നമ്മൾ ഷൊർണൂർ കയറുന്നതിന് മുമ്പ് മിക്കവാറും നമ്മൾ കേരള എക്സ്പ്രസ്സിനെ കൂടെ ക്രോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മളങ്ങനെ മാന്നന്നൂർ സ്റ്റേഷനിലേക്ക് കയറുകയാണ്. അവിടെ ഓപ്പോസിറ്റ് പ്ലാറ്റ്ഫോമിൽ നമ്മുടെ നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ വരുന്നുണ്ട്. അത് മാപ്പ് 1 ആണ്, 22045. ഈവനിപ്പോൾ ഈ നമ്മുടെ നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ ഇപ്പോൾ കേരള എക്സ്പ്രസ്സിന് മുന്നിൽ കിടന്ന് ഓടും. കേരള എക്സ്പ്രസ്സിന് മുന്നിൽ തന്നെ പാലക്കാട് വരെ മിക്കവാറും ഓടും. പാവം കേരള എക്സ്പ്രസ്സിൻ്റെ നല്ലോണം തേച്ചൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ 2 ദിവസം നീണ്ടുന്ന സീരീസ് ഇവിടെ ഏകദേശം അവസാനിക്കാറായി. നമ്മൾ ഈ സീരീസ് തുടങ്ങിയത് ഷൊർണൂരിൽ നിന്നായിരുന്നു. ഷൊർണൂർ തന്നെ വന്ന് അവസാനിക്കുകയാണ്. തുടങ്ങിയതും അവസാനിക്കുന്നതും ഷൊർണൂരിലുള്ള പാസഞ്ചർ ട്രെയിനുകളാണ്. അങ്ങനെ തന്നെയാണ് റിട്ടേൺ. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഷൊർണൂർ എ ക്യാബിന് എത്താറായി. എ ക്യാബിൽ നമ്മൾ പിടിച്ചിടുമോ അതോ നേരെ കടത്തി വിടുമോ എന്നുള്ള അറിയില്ല. കാര്യം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കേരള എക്സ്പ്രസ്സും വരുന്നുണ്ടായിരുന്നു. കേരള എക്സ്പ്രസ് ഇപ്പോൾ ഏകദേശം ബി ക്യാബിന് എത്തിയിട്ടുണ്ടാവണം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിടിച്ചിടാൻ സാധ്യതയുണ്ട്. കാരണം നമ്മളെന്തായാലും ഹെഡ് ഓഫ് ഷെഡ്യൂളാണ്. പിടിച്ചിടാണ്ട് അകത്ത് കയറ്റിയിട്ടാൽ സന്തോഷം. കാര്യം എനിക്ക് അത്ര നേരത്തെ വീട് പിടിക്കായിരുന്നു. അപ്പോൾ അങ്ങനെ കേരള എക്സ്പ്രസ് വന്നു. റോയപ്പുറത്തിന് 30353 ആണല്ലോ ഇപ്പോൾ.
കേരള എക്സ്പ്രസ് പോയിട്ട് കുറച്ച് നേരം നമ്മൾ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. എന്താണ് സംഭവം എന്ന് എനിക്കറിയില്ല. നമ്മളെ പിടിച്ചിട്ട് ഒരു ക്രോസിംഗ് കൊണ്ട് വിടാൻ തോന്നുന്നു, ഒരു ഹോളിഡേ കൊണ്ട് കേൾക്കാണ്ട്. അതെ ഒരു ക്രോസിംഗ് കൂടി ഉണ്ടാവും, 2 ക്രോസിംഗ് ആണ്. അങ്ങനെ ഇവിടെ തന്നെ നിന്ന് സമയം 7 ആയി. റോയപ്പുറത്തിന് 30656 ആയിരുന്നു ലോക്കോ. ഇത് എറണാകുളം SMET എക്സ്പ്രസ് സൂപ്പർ ഫാസ്റ്റ്. ഇനിയെങ്കിലും നമ്മളൊന്ന് ക്ലിയർ ചെയ്യുമായിരിക്കും. ഇവിടെ നമ്മൾ അത്യാവശ്യം നല്ലോണം നേരത്തെ വന്നായിരുന്നു. പുറത്ത് കിടന്നിപ്പോൾ 7 മണിയായി. 7:05 ഷൊർണൂർ അറൈവൽ ടൈം. അപ്പോൾ നമ്മളങ്ങനെ ലൈൻ കടന്ന് ഷൊർണൂരിലെ A ക്യാബിനെത്തി. ഇവിടെ നിന്ന് അകത്തോട്ട് കയറി നമ്മൾ ഷൊർണൂർ സ്റ്റേഷനിലേക്ക് പോകും. ഈ വണ്ടി ഒന്ന് ഒന്നിലുണ്ട് കയറ്റിയത് നന്നായിരുന്നല്ലോ എന്ന് ഇപ്പോൾ വിചാരിച്ചുള്ളൂ. അവർ വേറെ ഏതോ പ്ലാറ്റ്ഫോമിൽ പോവാം. വണ്ടി ഒന്നിലിട്ടിരുന്ന് നന്നായിരുന്നു. ഒന്നിലാണെങ്കിൽ ഇത് നിലമ്പൂർ റോഡിലോട്ട് പോകുമ്പോൾ എക്സിറ്റ് ചെയ്യാൻ എളുപ്പമായിരുന്നു. പക്ഷെ റെയിൽവേക്ക് അവരുടേതായ ഓരോ പരിപാടിയാണല്ലോ. ഇപ്പം എങ്ങടെ പോണ്? 4-5 കൊണ്ട് കയറ്റാൻ പോകാൻ തോന്നുന്നു. മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുക എന്നത് മാത്രമാണ് റെയിൽവേയുടെ ഉദ്ദേശം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഷൊർണൂർ സ്റ്റേഷനിലോട്ട് കയറുകയാണ്. കണ്ടിട്ട് പ്ലാറ്റ്ഫോം നമ്പർ 6ലേക്കാണ് വന്നുകൊണ്ടിരുന്നത്. അതായത് പ്ലാറ്റ്ഫോം നമ്പർ 7-ലായിരിക്കും ലിങ്ക് ഇത് വരുന്നത്, നമ്മുടെ എക്സിക്യൂട്ടീവ് വരുന്നത്. അപ്പോൾ ആ യാത്രക്കാരുടെ കൺവീനിയൻസിന് വേണ്ടിയാന്ന് തോന്നുന്നു 6 കൊണ്ടുവന്ന് കയറ്റുന്നത്. എന്തായാലും ഇവിടെ ഇറങ്ങുന്ന യാത്രക്കാർക്ക് ഇതൊരു ടാസ്ക്കാണ്. കുഴപ്പമില്ല, നമ്മൾ അങ്ങാടിപ്പുറത്തേക്ക് തന്നെയാണ് പോകുന്നത്. പക്ഷേ നമുക്ക് ഈ ട്രെയിൻ പോകുന്നവരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ നേരത്തെ പോകും, കാരണം നമ്മുടെ കാറ് പുറത്ത് കിടക്കുന്നുണ്ട്. ഇവിടെയും AC വെയിറ്റിംഗ് ഹാള് തുറന്നിട്ടില്ല, പണി നടക്കുന്നുണ്ട്. ഇത് പക്ഷേ തീരെ ചെറുതായിരിക്കും. അപ്പം നമ്മളങ്ങനെ ഷൊർണൂരിലേക്ക് എത്തിയിരിക്കുകയാണ്. സമയം 7:10 അപ്പോൾ വണ്ടി 5 മിനിറ്റ് ലേറ്റായിട്ട് ഷൊർണൂർ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ സ്റ്റേഷന് പുറത്തേക്ക് പോട്ടെ. സ്റ്റേഷന് പുറത്ത് വണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടുന്ന് വണ്ടി എടുത്ത് നേരെ അങ്ങാടി പുറത്തേക്ക് പോകാം. സെൻട്രൽ റെയിൽവേയുടെ കോച്ചുകളിലൊരു ട്രെയിനാണ്. അത് കുറച്ച് നേരത്തെ പ്ലാറ്റ്ഫോം നമ്പർ 4ലേക്ക് കയറി വന്നു. അതിനെപ്പറ്റി അനൗൺസ്മെൻ്റ് ഒന്നും വരുന്നില്ല. ബോർഡ് വായിക്കാൻ പറ്റുന്നത് ഒരുപാട് ദൂരെയാണ്. CR മാർക്കിംഗ് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ഏതാ വണ്ടി എന്നറിയില്ല. LTT കൊച്ചുവേളിയല്ല, കാര്യം അത് പോയി കഴിഞ്ഞു, ഞാൻ നോക്കി. അപ്പോൾ ഞാൻ ഈ വിഷ്വൽസ് കാണിച്ചുകൊണ്ടായിരുന്നു ഈ സീരീസ് തുടങ്ങിയത്. അത് തന്നെ കാണിച്ചുകൊണ്ട് വീണ്ടും അവസാനിപ്പിക്കാമെന്ന് വെച്ചു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ടെന്നിരിക്കുന്നു, ഈ സീരീസ് മുഴുവൻ കണ്ടിട്ടുണ്ടെന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഈ സംഭവം മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നിരിക്കുന്നു. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ അല്ലേ? നിങ്ങളുടെ ഫീഡ്ബാക്ക്, കമൻസ്, സജഷൻസ് എല്ലാം രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സൂപ്പർ താങ്ക്സ് മെമ്പർഷിപ്പ് പോലത്തെ മെത്തേഡ്സ് വഴി നമ്മളെ സപ്പോർട്ട് ചെയ്യുക.
അപ്പോൾ എന്താ പിന്നെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ പുതിയ വിശേഷങ്ങളും പുതിയ കാഴ്ചകളും എല്ലാം ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. This is Binay Shankar signing off from Platform 7. See you again in the next video. Until then, bye-bye.